പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ പ്രസ്താവനയെ ചൊല്ലി ലീഗ് സമസ്ത പോര് രൂക്ഷമാവുകയാണ്. പി സരീന്റെ പരാജയത്തിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരോക്ഷമായി പരിഹസിച്ചുള്ള സലാമിന്റെ വാക്കുകളാണ് വിവാദമായത്. കുവൈത്തിൽ വെച്ച് നടന്ന വിജയാഹ്ലാദ പരിപാടിക്കിടെയായിരുന്നു സലാമിന്റെ പരാമർശം. സാദിഖ് അലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച ഡോക്ടർ പി സരീൻ മൂന്നാമതായെന്നും മുസ്ലിം സമുദായം ആർക്കൊപ്പമാണെന്ന് ഇതിലൂടെ വ്യക്തമായെന്നുമാണ് സലാം പറഞ്ഞത്. ഇതോടെ സമസ്ത നേതൃത്വം ലീഗിനെതിരെ രംഗത്തെത്തുകയായിരുന്നു. സമസ്തയുടെ പണ്ഡിതരെ അപമാനിക്കാൻ സലഫി ആശയക്കാരനായ PMA സലാം മുസ്ലിം ലീഗിനെ മറയാക്കുന്നെന്നും ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നുമായിരുന്നു നേതൃത്വത്തിന്റെ പ്രതികരണം. അതേസമയം പരാമർശത്തിൽ ലീഗിനുള്ളിലും അതൃപ്തി പുകഞ്ഞതോടെ സലാമിനെ നേതൃത്വം തള്ളിപ്പറഞ്ഞു. സലാം പറഞ്ഞത് ലീഗ് നിലപാടല്ലെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. അതിനിടെ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചുവെന്ന് സലാമും വിശദീകരിച്ചു. താൻ ഉദ്ദേശിച്ചത് ജിഫ്രി തങ്ങളെയല്ലെന്നും മുഖ്യമന്ത്രിയെയാണെന്നുമാണ് സലാം പറഞ്ഞത്. താൻ ജിഫ്രി തങ്ങൾക്കെതിരെ സംസാരിച്ചുവെന്ന പ്രചാരവേല അദ്ദേഹത്തെ അപമാനിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും PMA സലാം പറഞ്ഞു. അതേസമയം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ വിമർശനത്തിൽ പിന്നോട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. തങ്ങൾക്കെതിരെ നടത്തിയത് രാഷ്ട്രീയ വിമർശനമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ലീഗിനെതിരായ വിമർശനം ഒന്നുകൂടി കടുപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന രൂപത്തിലേക്ക് മുസ്ലിം ലീഗ് പോയെന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ എല്ലാ സഹകരണവും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ്. അന്ന് കേരളത്തിൽ മന്ത്രിസഭയിൽ കോൺഗ്രസിന് ഒപ്പമായിരുന്നു ലീഗ്. അന്ന് കോൺഗ്രസ് നിലപാടിനോട് എതിർപ്പ് വേണമെന്നും ലീഗിൽ അഭിപ്രായമുണ്ടായി. എന്നിട്ടും ലീഗ് എതിർത്തില്ല. കേരളത്തിലെ മന്ത്രിസഭയിലെ സ്ഥാനം പോകുമോ എന്ന പേടിയായിരുന്നു ലീഗിനെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അന്ന് ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പുണ്ടായപ്പോൾ തങ്ങളെ കാണാൻ ആരും ചെന്നില്ലെന്നും പിണറായി വിജയൻ ആഞ്ഞടിച്ചു. ജമാഅത്ത് ഇസ്ലാമി, SDPI എന്നിവരെ ലീഗ് ചേർത്ത് നിർത്തുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ഉപതിരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് മണ്ഡലത്തിൽ LDF വോട്ട് വിഹിതം കൂട്ടാൻ കഴിഞ്ഞുവെന്നും പിണറായി അവകാശപ്പെട്ടു. ചേലക്കരയിൽ രമ്യ ഹരിദാസിന് ലോക്സഭയിൽ കിട്ടിയ വോട്ട് പോലും നേടാനായില്ല. എന്നാൽ LDFന്റെ വോട്ട് കൂടി. ഈ ഉപതിരഞ്ഞെടുപ്പിൽ LDFന് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനെയും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ നിശിതമായി വിമർശിച്ചു. സ്വതന്ത്ര സമരത്തെ തള്ളിപ്പറഞ്ഞ RSS നേതാക്കളെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ദിവസത്തെ തോന്നൽ കൊണ്ടുണ്ടാക്കിയതല്ല ഭരണഘടന. അതിനെ തകർക്കാനാണ് RSSന്റെ ശ്രമം. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളെല്ലാം പതിയെ BJP ശക്തി കേന്ദ്രങ്ങളായി മാറുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു.